നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ പാദത്തിൽ ക്രൊയേഷ്യ 2-0 വിജയിച്ചപ്പോൾ രണ്ടാം പാദത്തിൽ ഫ്രാൻസ് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു. അങ്ങനെ 2-0 വിജയം ഫ്രാൻസും നേടി. അഗ്രിഗേറ്റ് 2-2 സമനില. എക്സ്ട്രാ ടൈമും കടന്ന് പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 5-4 ക്രൊയേഷ്യയെ തോൽപ്പിച്ച് ഫ്രാൻസ് യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഈ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ 4 കളികളിൽ 3 പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തീരുമാനമായത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഈ മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ ഒലീസെ ഫ്രാൻസിനെ മുന്നിലെത്തിക്കുന്നു. അതേ ഒലീസയുടെ അസിസ്റ്റിൽ നിന്നാണ് ഒസ്മാൻ ഡംബലയുടെ അടുത്ത ഗോൾ വരുന്നത്. 80-ാമത്തെ മിനിറ്റിലാണ് ഡംബലയുടെ ഗോൾ പിറക്കുന്നത്. അങ്ങനെ മത്സരം 2-0 ഫ്രാൻസ് വിജയിക്കുന്നു. പക്ഷെ അഗ്രിഗേറ്റ് 2-2 സമനില. എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കളി പോയി. 7 പെനാൽറ്റികൾ ഇരു ടീമും എടുത്തതിന് ശേഷമാണ് റിസൾട്ട് വന്നത്. 5-4 വിജയമാണ് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസ് സ്വന്തമാക്കിയത്. അവർ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയി. അതേസമയം ഇറ്റലിയോട് ജർമ്മനി 3-3 സമനിലയിൽ കുരുങ്ങി. ആദ്യ പാദത്തിലെ വിജയത്തിൻ്റെ ബലത്തിൽ ജർമ്മനി സെമി ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. അഗ്രിഗേറ്റ് 5-4 ഇപ്പോൾ ഇറ്റലിയെ ജർമ്മനി മറികടന്നിരിക്കുന്നത്. ഈ മത്സരത്തിൽ കീനിരട്ട ഗോളുകളാണ് ഇറ്റലിക്ക് വേണ്ടി നേടിയത്. റാസ്പഡോറി പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ അവസാന ഘട്ടത്തിൽ നേടുകയും ചെയ്തിരുന്നു. അതേസമയം മറുഭാഗത്ത് കിമ്മിച്ച് മികച്ച പ്രകടനം തുടർന്നു. അദ്ദേഹം പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ നേടി. മുസിയാല ഒരു ഗോൾ കണ്ടെത്തി. പിന്നെ ക്ലൈൻറ്റിസിൻ്റെ ഒരു ഗോളും കൂടി വന്നപ്പോൾ 3-3 സമനിലയാണ് മത്സരത്തിൽ ഉണ്ടായത്. കളിയിൽ ആദ്യ പകുതിയിൽ 3 ഗോളുകളുടെ ലീഡാണ് ജർമ്മനി പിടിച്ചിരുന്നത് നോക്കണം. അവർ അനായാസം വിജയിച്ച് കയറുമെന്ന് തോന്നിച്ചിടത്താണ് രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ഇറ്റലി തിരിച്ചടിച്ചത്. അവസാന ഘട്ടം വരെ അവർ പോരാടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആദ്യ പാദത്തിൽ വീണുപോയത് അവർക്ക് തിരിച്ചടിയായി. അവരിതാ പുറത്തായിരിക്കുന്നു. ജർമ്മനി സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.